ഹലോ ഫ്രണ്ട്സ്, ഫൈൻ ട്രൂത്ത് ബ്ലോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ കുട്ടിയും കൂട്ടി ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നു. കുട്ടിക്കരോട് പറയുന്നതാണ് പിതാവ് നിലയിൽ, മോനെ നിനക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ എടുത്തു. അന്നേരം കുട്ടി പറയണം എനിക്ക് വേണ്ട. എടാ എന്തെങ്കിലും എടുത്തോ? വേണ്ട വേണ്ട എനിക്കൊന്നും വേണ്ട എന്ന് പറയാം. അപ്പൊ എന്തുകൊണ്ടായിരിക്കും കുട്ടി അങ്ങനെ പറയുന്നത്? കുട്ടിക്ക് വേണ്ട, അതൊന്നും അവന് ആഗ്രഹമുണ്ട് ഉള്ളിൽ, പക്ഷെ അവന് വേണ്ടെന്ന് അവൻ പറയുന്നു. ചിലപ്പോൾ അവൻ ചിന്തിക്കുന്നതേ എൻ്റെ അപ്പനെ അത്രയും വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഇതെല്ലാം എടുത്ത് ആഗ്രഹമുണ്ടെങ്കിൽ ഇതെല്ലാം എടുത്തു കഴിയുമ്പോൾ അപ്പന് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരുന്നു എന്നുള്ളതുകൊണ്ട് അങ്ങനെ ആയിരിക്കും. കുട്ടികൾക്ക് ആ ചിന്തയൊന്നും ഉണ്ടാകത്തില്ല സ്വാഭാവികമായിട്ട്. ഞാനിത് ജസ്റ്റ് ചിന്തിക്കാൻ വേണ്ടി ഉദാഹരണം പറഞ്ഞു. അപ്പോൾ ഒരു കുട്ടി അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് വിചാരിക്കും? എന്ത് ഓർത്തോട്ട് അവന് വേണ്ട എന്നവൻ പറയുന്നു. അപ്പോൾ അവനത് ഇഷ്ടമാണെന്ന് നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. ആ സാഹചര്യത്തിലോ നമ്മൾ ഓരോരുത്തരും ചിലപ്പോൾ ഈ കുട്ടിയുടെ സ്ഥാനത്ത് ആയിരിക്കും. നമുക്ക് ഉദാരമായിട്ട് ആസ്വദിക്കാൻ കഴിയുന്നത് സൗജന്യമായിട്ട് എത്രയധികം കാര്യങ്ങളാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്, അല്ലേ? മനോഹരമായ വെള്ളച്ചാട്ടങ്ങൾ, അതോടൊപ്പം തന്നെ നല്ല ഭക്ഷണം, സൂര്യാസ്തമയം, അല്ലേ? യാത്ര ചെയ്യുമ്പോൾ മലനിരകൾ, അല്ലേ? മഞ്ഞ് ആസ്വദിക്കുന്നത്, ഇങ്ങനെ ഒട്ടനവധി ആസ്വാദനങ്ങൾ നമുക്കുണ്ട്. ഇതെല്ലാം നമുക്ക് വേണ്ടിയിട്ട് യഥേഷ്ടം ദൈവം തുറന്നു തന്നിരിക്കുക ചെയ്യുന്നത്. നിനക്ക് ഇഷ്ടമുള്ള ആസ്വദിച്ചോളാന്നൊക്കെ പറയുന്നു. അതിന് യാതൊരുവിധ പൈസയും നമ്മൾ വാങ്ങുന്നില്ല. ഉണ്ടോ? അവിടെ വരെ യാത്ര ചെയ്ത് പോകുന്ന പൈസയല്ലേ നിങ്ങൾക്ക് മുടക്കുള്ളൂ. ആ സീനറി കാണുന്നതിന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങളുടെ പൈസ ഈടാക്കാറുണ്ടോ? ഇല്ല. മഞ്ഞ് ആസ്വദിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും പൈസ ഈടാക്കാറുണ്ടോ? ഇല്ല. നിങ്ങൾ അവിടെ വരെയും പോയി അത് ആസ്വദിക്കണം എന്നതിൽ മാത്രമല്ലേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് സൗജന്യമായിട്ട് ആസ്വദിക്കാൻ തക്കണം കഴിയുന്ന ആയിരക്കണക്കിന് കാര്യങ്ങൾ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ ഉണ്ട്. പക്ഷേ നമ്മുടെ സങ്കുചിത ചിന്ത കാരണം ഇതൊന്നും ആസ്വദിക്കുന്നില്ല. കുട്ടിയോട് സൂപ്പർ മാർക്കറ്റിൽ ചെന്നിട്ട് എടാ ഇതിനൊക്കെ ഇഷ്ടമുള്ള എടുത്തോളം പറയുമ്പോൾ കൊച്ചു പറയാ ഒന്നും വേണ്ട എന്ന് പറയുന്നതിന് തുല്യമോ നമ്മുടെ അവസ്ഥ? എല്ലാവരെ കുറിച്ചല്ലേ ഞാൻ പറയാം. ഒട്ടനവധി ആളുകൾ അങ്ങനെയാണ്. അവർക്ക് അവിടെ പോയി യാത്ര ചെയ്ത് പോകാൻ വയ്യ, അത് ആസ്വദിക്കാൻ അവർക്ക് പറ്റുന്നില്ല. ഫ്രീ ആണ്, എന്നാലും അവർക്ക് പോകാൻ പറ്റുന്നില്ല, അവർ പോകുന്നില്ല, വേണ്ട അവർക്ക്. അത് എന്താണെന്നറിയോ? അതൊരു സ്വാർത്ഥതയുടെ ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ ചിന്തിക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ പൈസയൊക്കെ കുറച്ച് നഷ്ടപ്പെടുമല്ലോ എന്നാണ് ചിന്തിക്കുന്നത്, അല്ലേ? അങ്ങനെ അതുകൊണ്ടാണ് പോകാണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അത് ആ സമയത്ത് വേറെ എന്തെങ്കിലും ചെയ്യാം എന്ന് പറയുമ്പോൾ, അപ്പം ഇങ്ങനെ ആകുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? അവരുടെ തന്നെ ആസ്വാദനങ്ങളെ ഇല്ലാതാക്കി കളയും അവർ തന്നെ. ക്ഷണം നമുക്കുണ്ട്, യഥേഷ്ടം അത് ചെയ്തോളാൻ പറഞ്ഞിട്ടുള്ള ക്ഷണം നമുക്ക് ഉണ്ട്. പക്ഷെ നമ്മളത് ആസ്വദിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ കുട്ടിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു, ഒന്നും വേണ്ട. അപ്പം ഞാൻ വിവേകമുള്ളൊരു കുട്ടി, ഉദാരമതിയായ അപ്പൻ പറയാണ് ഇഷ്ടമുള്ള എടുത്തോളാൻ പറയുമ്പോൾ അവൻ അതിനെ പ്രയോജനപ്പെടുത്തല്ലേ ചെയ്യേണ്ടത്? അതല്ലേ ജ്ഞാനപൂർവമായ ഗതി. അപ്പം നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് അങ്ങനെയല്ലേ? അതാണ് എൻ്റെ ശരിയായ വസ്തുത. എന്നിട്ട് ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ പിന്നെ അത് വേണം എന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ഉണ്ടോ? സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി നിങ്ങൾ കിലോമീറ്ററുകൾ, അത് 10-50 കിലോമീറ്റർ ഇനി പോന്നു കഴിയുമ്പോൾ കുട്ടി വരാണ് എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ പിന്നെ നടക്കുമോ? ബുദ്ധിമുട്ടല്ലേ? പാടാണ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമുക്ക് യൗവനമുള്ളപ്പോഴും ചെറുപ്പമുള്ളപ്പോഴൊക്കെ നമ്മുടെ ആസ്വാദനങ്ങളൊക്കെ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് തള്ളി വെക്കും. എന്നിട്ട് 50 വയസ്സ് 60 വയസ്സായി കഴിയുമ്പോൾ ചിന്തിക്കുകയാണ് എനിക്ക് അധികം ജീവിതം ഇനി മുന്നോട്ടില്ലല്ലോ, അപ്പോൾ എന്നാ ചെയ്യുന്നത്? എന്നാൽ പിന്നെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചേക്കാന്ന് വെച്ച് ശാപ്പാട് കഴിക്കാൻ തുടങ്ങുമ്പോൾ ഷുഗർ, കൊളസ്ട്രോള് കഴിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നല്ലൊരു ഭക്ഷണം കഴിക്കുന്ന സമയത്തുള്ള അവസ്ഥ നഷ്ടപ്പെട്ടു പോയി. കാരണം അവർ 30 വയസ്സുള്ളപ്പോഴും 25 വയസ്സുള്ളപ്പോഴും അതിനിടയ്ക്കുള്ള സമയത്തൊക്കെ പറയുന്നുണ്ട് നിനക്ക് ഇഷ്ടമുള്ള എടുത്തോളാൻ. വേണ്ട വേണ്ട എന്നാ പറയാം. ഇനി അത് കഴിയുമ്പോൾ എന്നാൽ ഇഷ്ടമുള്ള സ്ഥലം എന്ന് കണ്ടേക്കാം, മഞ്ഞ് ആസ്വദിക്കാം എന്ന് വിചാരിച്ച് പോകാൻ പറ്റുമ്പോൾ ഈ വയസ്സാങ്കാലത്ത് 60 വയസ്സ് കഴിഞ്ഞ കിളവനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ കിളവിയെ സംബന്ധിച്ചോ മഞ്ഞ് ആസ്വദിക്കുന്നത് പ്രായോഗികമാണോ? തലനീരിറങ്ങി പിന്നെ അവർക്ക് അത് ബുദ്ധിമുട്ട്, അതൊന്നും നടക്കാന, അല്ലേ? ഇപ്പോൾ എവിടെയെങ്കിലും യാത്ര ചെയ്ത് പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ബുദ്ധിമുട്ടാണ്. അത്ര ദീർഘനേരം അവർക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റില്ല. അപ്പം ഇങ്ങനെയുള്ള ഒട്ടനവധി പ്രശ്നങ്ങളാൽ ബാധിക്കപ്പെടും സമയത്തെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ. അപ്പം അതുകൊണ്ട് നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന യൗവനകാലം അത് ആസ്വദിക്കണം, അല്ലാതെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് എത്രയോ ആളുകൾ ആ ഒരു സംഗതി തിരിച്ചറിഞ്ഞ് അത് ചെയ്യുന്നുണ്ട്. ഇപ്പം സന്തോഷ് ജോർജ് കുളങ്ങരെ സംബന്ധിച്ച് നമ്മളൊന്ന് എടുത്തു നോക്കുക.
അദ്ദേഹം ചിന്തിക്കാൻ ലോകമൊക്കെ ചുറ്റി കറങ്ങണം എനിക്ക്, പക്ഷെ അത് ഞാനൊരു 50 വയസ്സിന് ശേഷമുള്ളൂ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നടക്കുമായിരുന്നോ? പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആരോഗ്യവും ശേഷിയുള്ള സമയത്ത് ചെയ്യണം. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതൊരിക്കലും നമ്മളുടെ സാമ്പത്തിക അവസ്ഥയെ തകിടം മറിച്ചുകൊണ്ടായിരിക്കും. അതിനെല്ലാം ഒരു ന്യായമായ പരിധികൾ വെക്കണം, അതാണ്. എന്നാൽ ആസ്വാദനം വേണ്ടെന്ന് വെക്കുകയും ചെയ്യരുത്, അതാണ്. അപ്പം അതിന് വേണ്ടെന്ന് വെച്ചിട്ട് സ്വരുക്കൂട്ടിട്ട് എന്ത് ചെയ്യാനാ? ഇല്ലേ, മരണം എപ്പോഴല്ലോ ആളുകളെ പിടികൂടാം. അപ്പം നമ്മളൊരു പഴമൊഴി പറഞ്ഞല്ലേ, ലോകത്തിലേക്കൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഇനി ഇവിടെ നിന്നും കൊണ്ടുപോകാനും പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ശേഖരിച്ചിട്ടൊന്നും പറയാനുമില്ല. അതാണ് ചരിത്രം തെളിയിക്കുന്നത്. എത്രയോ മഹാന്മാർ, എത്രയോ കോടീശ്വരന്മാർ എല്ലാം മരണത്തിന് കീഴ്പ്പെട്ടു പോയില്ലേ, ആയിട്ട് പോയി. അപ്പോൾ അതുകൊണ്ട് സമയത്തെ യൂട്ടിലൈസ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യുക, ആസ്വദിക്കേണ്ട കാര്യങ്ങൾ ആസ്വദിക്കുന്ന സമയത്ത് ആസ്വദിക്കുക. അതുകൊണ്ട് ഈ വിശാലമായ പ്രപഞ്ചം നമുക്ക് വേണ്ടിയിട്ട് തുറന്നിട്ടിരിക്കുക ചെയ്യുന്നത്, നമ്മളെ മാടി വിളിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേണോ വേണ്ടെന്നുള്ളത് നമ്മുടെ ഓരോരുത്തരും തീരുമാനമാണ്. അപ്പോൾ ബുദ്ധിയുള്ളവർ എന്ത് ചെയ്യും? അതിനെ ആസ്വദിക്കും. അല്ലാത്തവർ അതിനെ യൂട്ടിലൈസ് ചെയ്യില്ല. ഇതൊന്നും പറ്റില്ലാണ്ട് വരുന്ന സമയത്ത് ആഗ്രഹിക്കും, പക്ഷേ ശാരീരികമായിട്ട് സംഭവിക്കില്ല. ഇതാണ് സാഹചര്യം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സാഹചര്യമുള്ള ആളുകൾ അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നു. എന്നാൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊരു ഈ ആസ്വാദനം മാത്രമായിട്ട് ജീവിതം ഒതുങ്ങരുത്. അതിൽ നമുക്ക് മറ്റു കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ സാമ്പത്തിക അവസ്ഥ ഞാൻ പറഞ്ഞ പോലെ തകിടം മറിച്ചുകൊണ്ടുള്ളൊരു പോക്കായിരിക്കരുത്, മറിച്ച് സാമ്പത്തിക സുരക്ഷിതത്തിൽ നിന്നുകൊണ്ടായിരിക്കണത് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ടൂർ മാത്രം നമ്മളുടെ ഒരു മുഖ്യ ഘടകമായിരിക്കാനും പറ്റില്ല. എന്നാൽ വേണ്ട സമയത്ത് അത് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ചില വിവരങ്ങൾ പ്രദാനം ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ചാനലിലൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയ കമൻറ്റ് രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വേറൊരു വിഷയമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.